നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതിന് ചങ്കിടിപ്പോടെയാണ് ലോകരാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയും ഉറ്റുനോക്കുന്നത്. കടലിടുക്ക് അനിശ്ചിതമായി അടച്ചിടുന്നത് ആഗോളതലത്തിൽ എണ്ണവില നിയന്ത്രണാതീതമായി ഉയരുന്നതിന് ഇടയാക്കുമെന്നാണ് പ്രധാന ആശങ്ക. ലോകം ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 കടന്നുപോകുന്നത് ഹോർമൂസ് വഴിയാണ്. എണ്ണവില വീപ്പയ്ക്ക് $100 കടന്നേക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ലോക വ്യാപാരത്തിന്റെ നട്ടെല്ല് തകർത്ത് ആഗോള ഊർജ്ജ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നതാണ് ഇറാന്റെ പുതിയ നീക്കം. ലോക വിപണിയിലേക്ക് 31% എണ്ണയും 20% LNGയും ഒഴുകുന്ന പാതയാണ് ഇറാൻ അടച്ചത്. യുദ്ധത്തെ തുടർന്ന് ഖത്തർ LNG ഉൽപ്പാദനം നിർത്തിയത് മറ്റൊരു ആഘാതമായി. തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഇറാന്റെ നടപടി മൂലം വെട്ടിലായി. ആരെങ്കിലും കടന്നുപോകാൻ ശ്രമിച്ചാൽ നാവികസേന ആ കപ്പലുകൾക്ക് തീയിടുമെന്നാണ് റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഇൻ ചീഫിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ ഇബ്രാഹിം ജബാരി സ്റ്റേറ്റ് മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയത്. സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ഏറ്റവും വലിയ ഗൾഫ് എണ്ണ ഉൽപ്പാദകരെ ഒമാൻ ഉൾക്കടലുമായും അറേബ്യൻ കടലുമായും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി പാതയാണ് ഈ കടലിടുക്ക്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ, ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും പ്രധാനമായും ഈ വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഹോർമൂസ് അടയ്ക്കൽ എണ്ണ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഏഷ്യയെയാകും കാര്യമായി ബാധിക്കുക, പ്രത്യേകിച്ച് ഇന്ത്യ, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളെ. 2025 കണക്കനുസരിച്ച് പ്രതിദിനം 1.3 കോടി വീപ്പ് എണ്ണയാണ് ഹോർമസിലൂടെ പോകുന്നത്. കടൽ വഴി മാത്രമുള്ള അസംസ്കൃത എണ്ണ നീക്കത്തിന്റെ 31% വരും ഇതെന്ന് ഊർജ്ജ കൺസൾട്ടിംഗ് സ്ഥാപനമായ കെപ്ലർ പറയുന്നു. ആഗോളതലത്തിൽ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 20% വിതരണവും ഹോർമൂസ് വഴിയാണ് നടക്കുന്നത്. ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇന്ത്യയുടെ LNG ഇറക്കുമതിയുടെ 53% ഖത്തറിൽ നിന്നും UAEയിൽ നിന്നുമാണ്. ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്കുമേലുള്ള പരീക്ഷണം കൂടിയാകും ഹോർമൂസ് അടയ്ക്കൽ. ഇറാന്റെ 80% ക്രൂഡ് ഓയിലും വാങ്ങി വന്നത് ചൈനയായിരുന്നു. യുദ്ധം മൂലം ഇത് ഏതാണ്ട് നിലച്ചത് ചൈനയ്ക്കും ഇറാനും തിരിച്ചടിയായിട്ടുണ്ട്. ഇതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എണ്ണ ടാങ്കറുകൾക്ക് US നാവികസേന സുരക്ഷ നൽകുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കൻ നാവികസേന കുവൈത്ത് ടാങ്കറുകളെ സംരക്ഷിക്കുന്നത് പോലെ ആയിരിക്കും ഇതെന്ന് ഊർജ്ജ സാമ്പത്തിക വിദഗ്ധൻ അനസ് അൽഹാജി പറഞ്ഞു. സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ പ്രമുഖ യൂറോപ്യൻ ആഗോള ഇൻഷുറൻസ് കമ്പനികൾ ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്കുള്ള റിസ്ക് കവറേജ് പെട്ടെന്ന് റദ്ദാക്കി. ഇതോടെ കപ്പലുടമകൾ കപ്പൽ യാത്ര പൂർണ്ണമായി നിർത്തുകയും ചെയ്തു. ഇത്തരമൊരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഇതുപോലൊരു ഷിപ്പിംഗ് പ്രതിസന്ധി മുമ്പ് ഉണ്ടായിട്ടുമില്ല. ആഗോള ഊർജ്ജ വ്യാപാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 15 മുതൽ 20% വരെയും ആഗോള LNG കയറ്റുമതിയുടെ ഏകദേശം 20%വും ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് കടന്നുപോകാറുള്ളത്. ആഗോള എണ്ണ വ്യാപാരത്തെ 1/5 കുറയ്ക്കാനും ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നതിനും ഇറാന്റെ ഈ നീക്കം കാരണമാകും. ഹോർമൂസ് കടലിടുക്ക് ഏതാനും ദിവസം അടച്ചിട്ടാൽ പോലും ഗ്യാസ് എണ്ണക്കടത്തിനെ സാരമായി ബാധിക്കും. ഫെബ്രുവരിയിൽ ഹോർമൂസ് കടലിടുക്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രം കപ്പലുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ തന്നെ എണ്ണവിലയിൽ 6% വർധനവുണ്ടായിരുന്നു. അതേസമയം ജലപാത ഇപ്പോഴും തുറന്നു തന്നെയാണെന്നും കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എന്നുമാണ് അമേരിക്കൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ഇതിനിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് വീണ്ടും ഇന്ത്യ ചർച്ച നടത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ മറ്റു വഴിയുണ്ടാവില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നത് ഇന്ത്യയിലും ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കും. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ 80% ഇറക്കുമതിയാണ്. ഇതിൽ 50% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. 70% LPGയും ഈ മേഖലയിൽ നിന്നുമാണ് എത്തുന്നത്. നിലവിൽ 75 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരം ഇന്ത്യക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ യുദ്ധം തുടർന്നാൽ ഇന്ത്യ കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരും. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് വീണ്ടും ചർച്ച നടത്തിയത്. നേരത്തെ അമേരിക്കൻ ഉപരോധം വന്നതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കരുതലോടെ ഇരിക്കുകയാണ് ഇന്ത്യ. 10 കോടി ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയുടെ കൈവശമുള്ളതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഇത് 45-50 ദിവസത്തെ ഉപയോഗത്തിന് പര്യാപ്തമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 88% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ.
ക്രൂഡ് ഓയിലിന്റെ പകുതിയും എത്തിയിരുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ മറ്റു വഴികൾ തേടാനും ഇന്ത്യ ശ്രമം തുടങ്ങി. പെട്രോളും ഡീസലും LPGയും പ്രകൃതിവാതകവും സാധാരണ നിലയിൽ ലഭ്യമാണ്. അതേസമയം ഇന്ധന കയറ്റുമതി മരവിപ്പിക്കാനും ആഭ്യന്തര വിപണിയിൽ വാഹന പാചകവാതക ഇന്ധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിപണിയിൽ ദൗർലഭ്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമാണ് ഇത്. ഹോർമുസിൽ തടസ്സം നേരിട്ടതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിട്ടുണ്ട്. 2024 ശേഷം ആദ്യമായി ബ്രന്റ് ക്രൂഡ് ബാരലിന് $85 മുകളിലെത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിന് ചങ്കിടിപ്പോടെ തന്നെയാണ് ലോകരാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയുമെല്ലാം ഉറ്റുനോക്കുന്നത്. കടലിടുക്ക് അനിശ്ചിതമായി അടച്ചിടുന്നത് ആഗോളതലത്തിൽ എണ്ണവില നിയന്ത്രണാതീതമായി ഉയരുന്നതിന് ഇടയാക്കുമെന്നാണ് പ്രധാന ആശങ്ക. ലോകം ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 കടന്നുപോകുന്നത് ഈ വഴി തന്നെയാണ്. എണ്ണവില വീപ്പയ്ക്ക് $100 കടന്നേക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങളുടെ ഊർജ്ജശാലകൾ ആക്രമിക്കപ്പെട്ടതോടെ ലോകത്തെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക ഉൽപ്പാദകരായ ഖത്തർ തിങ്കളാഴ്ച ഉൽപ്പാദനം നിർത്തിവെച്ചിരുന്നു. ഇതും ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. യുദ്ധം 2 ആഴ്ചയ്ക്കകം അവസാനിപ്പിച്ചില്ല എങ്കിൽ ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധാഭിപ്രായം. ഫെബ്രുവരി 26-ന് $70 താഴെയായിരുന്ന വില ഇന്നലെ $84 മുകളിലെത്തിയിട്ടുണ്ട്. ഇറാന്റെ വ്യോമാക്രമണത്തെ തുടർന്ന് ഖത്തർ തങ്ങളുടെ ദ്രവീകൃത പ്രകൃതിവാതക ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തിയതിനാൽ ഇന്ത്യ LNG ഉപയോഗം പരിമിതപ്പെടുത്താൻ തുടങ്ങി. 25 മുതൽ 30 ദിവസത്തേക്കുള്ള LNGയാണ് രാജ്യത്ത് നിലവിൽ സ്റ്റോക്കുള്ളൂ. വ്യവസായങ്ങൾക്കുള്ള LNG വിതരണമാണ് കുറച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്ത LNGയുടെ പകുതിയും ഖത്തറിൽ നിന്നായിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പെട്രോളിയം മന്ത്രാലയം രാജ്യത്തെ പെട്രോളിയം പ്രകൃതിവാതക കമ്പനികളുമായി 48 മണിക്കൂറിനിടെ പലതവണ കൂടിക്കാഴ്ചകൾ നടത്തി. ഹോർമുസ് കടലിടുക്കിന് പകരം ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. ദൂരം കൂടുതലായതിനാൽ ചെലവേറെയാണ് എന്നതാണ് പ്രധാന തടസ്സം. US-ഉമായുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുത്തനെ കുറച്ചിരുന്നു. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യൻ എണ്ണ കൂടുതൽ വാങ്ങുന്ന കാര്യവും പരിഗണനയിലുണ്ട് എന്ന് പെട്രോളിയം മന്ത്രാലയങ്ങൾ പറഞ്ഞു. എന്നാൽ ഭയക്കേണ്ടതില്ല എന്നാണ് എണ്ണ വ്യവസായ മേഖല വിലയിരുത്തുന്നത്. ഇന്ത്യക്ക് ഏകദേശം 100 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട് എന്നും ഏകദേശം 1.5 മാസം വരെയുള്ള ഉപയോഗത്തിന് ഇത് മതിയാകുമെന്നുമാണ് വിലയിരുത്തൽ. വിശാഖപട്ടണം, പാഡൂർ, മംഗളൂരു തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് വൻതോതിൽ ക്രൂഡ് ഓയിൽ സംഭരണികളുള്ളത്. അസാധാരണ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനാണ് ഈ ശേഖരം. പ്രതിസന്ധി 1-2 ആഴ്ചയ്ക്കകം പരിഹരിക്കപ്പെടും എന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. പ്രതിസന്ധി 1 മാസത്തിലേറെ നീളുകയാണെങ്കിൽ ഇന്ത്യക്ക് ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരും. 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിനാൽ മറ്റൊരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാർ വില വർധനയ്ക്ക് പച്ചക്കൊടി കാട്ടാൻ സാധ്യതയുള്ളൂ. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ രാജ്യാന്തര വിമാനത്താവളങ്ങളിലെയും ഇന്ധന ലഭ്യത സംബന്ധിച്ച വിവരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തേടിയിട്ടുണ്ട്. അടുത്ത 7 ദിവസത്തേക്ക് എത്രത്തോളം ഇന്ധനം വേണമെന്ന കാര്യത്തിലും വിമാനത്താവളങ്ങൾ വിവരം നൽകണം. ഗൾഫ് മേഖലയിലെ സംഘർഷം ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായേക്കുമെന്ന ആശങ്കകൾക്കിടയിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. മുൻകരുതലെന്ന നിലയിൽ മാത്രമാണ് വിവരം തേടുന്നതെന്നാണ് അനൗദ്യോഗിക വിശദീകരണം. രാജ്യത്ത് 33 രാജ്യാന്തര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് മേലുള്ള പരീക്ഷണം കൂടിയാകും ഹോർമുസ് അടയ്ക്കൽ. ചൈനയിലേക്കുള്ള എണ്ണയുടെ 40% ഹോർമുസിലൂടെയാണ് കടന്നുപോകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരാണ് ചൈന. അതിൻ്റെ 80% ഇറാനിൽ നിന്നാണ്. LNG ഇറക്കുമതിയുടെ 30% ഖത്തറിൽ നിന്നും UAE-യിൽ നിന്നുമാണ്. ഇതേസമയം ചൈനയുടെ പക്കലുള്ള എണ്ണവാതക ശേഖരവും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ബദൽ ഊർജ്ജ വാഗ്ദാനങ്ങളും കണക്കിലെടുത്താൽ ഹോർമുസ് പ്രതിസന്ധിയെ ചൈന അതിജീവിക്കുമെന്നാണ് കണക്കാക്കുന്നത്. മലയാളി വാർത്ത ഇൻഡെപ്ത്.